ഹായ് ഗൈസ്, എസ് എൻ കാലിക്കറ്റാണ്. അനീഷിന്റെ പ്രണയം പൂവായില്ല, വാടിപ്പോയി. അതാ മൊട്ടിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പം. ഇനി പുറത്തിറങ്ങിയിട്ട് അനു എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് അറിയില്ല. മിക്കവാറും അത് നടക്കില്ല. അനീഷ് കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അനീഷിന് അനുമോളോട് ഒരു പ്രത്യേക ഒരു കെയറിങ്. ഫുഡ് കൊടുക്കുന്നു, ഉറങ്ങുന്നിടത്ത് പോയിട്ട് വിളിക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രത്യേക. അപ്പം തന്നെ പലർക്കും ഡൗട്ട് അടിച്ചിട്ടുണ്ട് അനീഷിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. പക്ഷെ ഇപ്പം അനീഷ് തന്നെ ആ സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ്. അനീഷ് അനുമോളോട് അത് പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം കാലത്ത് മറ്റേ പുറത്തുള്ള ആ ഊഞ്ഞാല് രണ്ടുപേരും ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അനീഷ് മനഃപൂർവ്വം അനുവിനെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. അനീഷ് ചോദിക്കാണ് അനുവിന് അനീഷിനെ പറ്റി, എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, അനീഷ് ചേട്ടനെ എനിക്ക് ആദ്യം ആർക്കും ഇഷ്ടമില്ലായിരുന്നു, ഇപ്പൊ അനീഷ് ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ. അത് പറഞ്ഞ് തീരും മുമ്പേ അനീഷിന്റെ അടുത്ത ചോദ്യം പോവാണ്, എന്നാൽ നമ്മൾക്ക് കല്യാണം കഴിച്ചുകൂടെ, നമ്മൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അവിടെ അനു എന്റെ അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് ആകെ ഒരു ഞെട്ടലാണ് കാണിക്കുന്നത്. പിന്നെ പിന്നെ അനു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാകാൻ വേണ്ടിയിട്ട് വീട്ടിലെ പ്രാരാബ്ധവും എനിക്കിപ്പം കല്യാണം ഉണ്ടാവൂല, 2 വർഷമൊക്കെ വേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് തടി ഊരുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് മക്കളെ. ആ അങ്ങനെ അനീഷ് അവിടെ നിന്ന് അനുമോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷിന് ഇതൊന്നും കേൾക്കണ്ട. അനീഷ് വിചാരിച്ച ഒരു ആൻസർ കിട്ടാത്തത് കൊണ്ട് ആയിരിക്കാം അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അനീഷ് എണീറ്റ് പോയിട്ട് കിച്ചണിൽ പോയിട്ട് എന്തെല്ലോ ചെയ്യുന്നു. അനുമോള് അതിനുശേഷം ഇങ്ങനെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, കളി കാര്യമായോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ആദിലേനെ വിളിച്ചിട്ട് ഈ കാര്യം അങ്ങോട്ട് പറയാണ്. ആദില അപ്പൊ ആദില ഇതുവരെ ആദിലയും അനുവായിട്ട് തെറ്റി കിടക്കുകയായിരുന്നു. ഇതോടുകൂടി ആദിലെ അനു നൂറയും പരസ്പരം വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് നോക്കി കാണാം എന്താവും, എന്ത് സംഭവിക്കും എന്നുള്ളത്.